ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വന്യജീവി ശല്യത്തിനെതിരെ ചുങ്കത്തറയിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു. YMCA മലപ്പുറം റീജിയണിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂട്ടായ്മ ചുങ്കത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ സായാഹ്ന ധർണ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ജില്ലാ ചെയർമാൻ ഫാദർ മാത്യൂസ് വട്ടിയാനക്കൽ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദത്തിലൊരു വാക്കുണ്ട്, പ്രജ്ഞാപരാധം എന്നാണ് പറയുന്നത്. പ്രജ്ഞാപരാധം, അറിഞ്ഞുകൊണ്ട് അപരാധം ചെയ്യുന്നു എന്നാണ് ഈ പ്രജ്ഞാപരാധം എന്ന വാക്കിന്റെ അർത്ഥം. ഈ പ്രജ്ഞാപരാധമാണ് വാസ്തവത്തിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇപ്പൊ നമ്മുടെ ആദരണീയനായ YMCAയുടെ മലപ്പുറം സബ് റീജിയന്റെ ചെയർമാൻ ഒരു കണക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 9 പേരെയാണ് കാട്ടാന കുത്തിക്കൊന്നത്. കഴിഞ്ഞ 8 മാസത്തെ കണക്കെടുക്കുവാണെങ്കിൽ MC മാത്തുക്കുട്ടി അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, 909 പേരെ കാട്ടാന അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട്, ഉപദ്രവം കൊണ്ട് ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. കാട്ടിൽ നിന്ന് നാടൻ പ്രദേശത്തേക്ക് ആനകൾ കൂട്ടമായിട്ട് ഇറങ്ങി വന്ന് കൃഷി നശിപ്പിക്കുക. വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിസ്സംഗത വെടിഞ്ഞ് അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണമെന്ന മലപ്പുറം സബ് റീജിയണൽ YMCA കർഷക കൂട്ടായ്മ ആവശ്യപ്പെട്ടു. വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായം നൽകണമെന്നും കർഷക കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ചടങ്ങിൽ YMCA സബ് റീജിയണൽ ചെയർമാൻ MC മാത്തുക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ CS റെനി, ഫാദർ തോമസ് ചാപ്രത്ത്, റവറന്റ് അജയകുമാർ, ഫാദർ തോമസ് ജോസഫ്, ജേക്കബ് മാത്യു, ക്യാപ്റ്റൻ CA മാത്യു, തോമസ് മാത്യു, EP ബോബി, ഷാജു ചെറിയാൻ, ജോർജ് വർഗീസ്, EP മത്തായി എന്നിവർ സംസാരിച്ചു. കൂട്ടായ്മയ്ക്ക് മുന്നോടിയായി ടൗണിൽ റാലിയും നടത്തി. ഈസ്റ്റ് ലൈവ് എടക്കര.